നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. സബ് എഞ്ചിനീയറിംഗ് എക്സാം പ്രിപ്പറേഷൻ ഇലക്ട്രോണിക്സ് പാർട്ട് നമ്പർ 5ലേക്ക് നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആംപ്ലിഫയറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരിക്കും എമിറ്റർ ഫോളോവർ അല്ലെ, എമിറ്റർ ഫോളോവർ സർക്യൂട്ടിന്റെ നേച്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് 4 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 5 നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. പിന്നെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഈ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. സോ നമുക്ക് പോവാം. എന്താണ് സൈനുസോയിഡൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ? സോ സൈനുസോയിഡൽ ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ട് അല്ലെ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്. ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും വരിക, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്നത് അല്ലെ. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഓർത്ത് വയ്ക്കുക, ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കും ഓസിലേറ്ററിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് എന്തായിരിക്കും വരിക, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെ. അപ്പൊ നമ്മൾ നോക്കി എന്താണ് ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ, ആൻ ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഓസിലേറ്റർ ദാറ്റ് കാൻ പ്രൊഡ്യൂസ് എ ഔട്ട്പുട്ട് ഹാവിംഗ് എ സൈൻ വേവ് ഫോം ആർ കാൾഡ് സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ്. അതിനെ തന്നെ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് എന്നും പറയുന്നുണ്ട്. സൈനുസോയിഡൽ വേവ് ഫോം ഔട്ട്പുട്ട് തരുന്ന ഓസിലേറ്ററിനെ നമ്മൾ എന്ത് പറയാൻ പറ്റും, സൈനുസോയിഡൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഓസിലേറ്റർ ദാറ്റ് പ്രൊഡ്യൂസ് ആൻ ഔട്ട്പുട്ട് ഹാവിംഗ് സൈനുസോയിഡൽ വേവ് ഫോം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈനുസോയിഡൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. Such oscillators can provide output frequencies ranges from 20 Hz to 1 GHz അല്ലെ. പിന്നെ നോക്കിയേ, ആക്ച്വലി ഓസിലേറ്റർ എന്താ ചെയ്യുന്നത്, ഓസിലേറ്റർ ഇട്ട് കൺവേർട്സ് അല്ലെ, എന്തായിരിക്കും ഡയറക്റ്റ് കറണ്ട്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്ത് വയ്ക്കുക. ഓസിലേറ്റർ ദാറ്റ് കൺവേർട്സ് ദ ഡയറക്റ്റ് കറണ്ട് ഫ്രം എ പവർ സപ്ലൈ ടു ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ദാറ്റ് മീൻസ് ഇത് റിസീവ് ചെയ്യുന്ന DC കറണ്ടിനെ അല്ലെ, ദാറ്റ് റിസീവ്സ് എ DC കറണ്ട് ആൻഡ് ദാറ്റ് കൺവേർട്ടഡ് ടു AC എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് AC വോൾട്ടേജ് അല്ലെങ്കിൽ AC സൈനുസോയിഡൽ വേവ് ഫോം നമുക്ക് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റും. അത് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓസിലേറ്റർ സർക്യൂട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓസിലേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ്സ് എ നോൺ റൊട്ടേറ്റിംഗ് ഡിവൈസ് ആണ് അല്ലെ. ഓസിലേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ നോൺ റൊട്ടേറ്റിംഗ് ഡിവൈസ്. നോൺ റൊട്ടേറ്റിംഗ് ഡിവൈസ് ആണ്. പിന്നെ എന്തായിരിക്കും, ലോങ് ലൈഫ് ആയിരിക്കും അല്ലെ, ലോങ് ലൈഫ്. പിന്നെ എന്തായിരിക്കും, ഹൈ എഫിഷ്യൻസി ആൻഡ് അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി അല്ലെ. വി ക്യാൻ ഗെറ്റ് ദ adjustable frequency range of oscillations അല്ലെ. adjustable frequency. ഈ 4 പോയിന്റ് നമ്മളിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള ഒരു കാര്യവും ഓർത്ത് വയ്ക്കുക. പറഞ്ഞൊരു കാര്യം, ഓസിലേറ്റേഴ്സ് ദാറ്റ് കൺവേർട്ട് ദ DC കറന്റ് ഫ്രം എ പവർ സപ്ലൈ ടു ആൻ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് കാൾഡ് ആൻ ഓസിലേറ്റർ എന്നും ഓർത്ത് വയ്ക്കുക. നമുക്ക് എങ്ങനെയായിരിക്കും ഇതിനകത്തൊരു ഓസിലേഷൻസ് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് എങ്ങനെ സംഭവിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിനാണ് നമ്മൾ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയുന്നത്. ഈ ഓസിലേറ്ററി സർക്യൂട്ടിനാണ് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ടാങ്ക് സർക്യൂട്ട് ഈസ് ആൾസോ കാൾഡ് ഓസിലേറ്ററി സർക്യൂട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ, ഓസിലേറ്ററി സർക്യൂട്ട്. അപ്പൊ നമുക്ക് ഈ ഓസിലേറ്ററി സർക്യൂട്ടിന്റെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഹൗ ദ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ എന്തായിരിക്കും ഓസിലേറ്ററി സർക്യൂട്ട് അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് പറയുമ്പോഴത്തേക്ക് എന്താ, നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാമല്ലോ. എങ്ങനെ ആയിരിക്കും, എ സർക്യൂട്ട് വിച്ച് അല്ലെ, എ സർക്യൂട്ട് വിച്ച് produces electrical oscillations, of any desired frequency is called a tank circuit. Of any desired frequency is called oscillatory circuit or tank circuit. നമുക്ക് പറയാൻ പറ്റും, is called oscillatory circuit or tank circuit അല്ലെ. ഇനി നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ എന്താണെന്നൊരു കാര്യം നമുക്ക് നോക്കാം. എന്താണ്, എങ്ങനെയായിരിക്കും ടാങ്ക് സർക്യൂട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സർക്യൂട്ട് കണ്ടെയ്ൻസ് ഓഫ് LC സർക്യൂട്ട് ആണ് അല്ലെ. ഇൻഡക്ടൻസ്, ടാങ്ക് സർക്യൂട്ട് കണ്ടെയ്ൻസ് ഓഫ് ഇൻഡക്ടൻസ് ആൻഡ് എന്തായിരിക്കും കപ്പാസിറ്റൻസ് സർക്യൂട്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇറ്റ്സ് നത്തിങ് ബട്ട് എ LC സർക്യൂട്ട് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ടാങ്ക് സർക്യൂട്ട് ഈസ് എ LC സർക്യൂട്ട്. ഓർത്ത് വയ്ക്കുക. സാധാരണ ചോദിച്ചിട്ടുള്ളതാണ്, LC ആണോ RC ആണോ RL സർക്യൂട്ട് ആണോ ചോദിച്ചിട്ടുണ്ട്. സോ ടാങ്ക് സർക്യൂട്ട് ഈസ് എൻ LC സർക്യൂട്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ നോക്കിയേ, ഇതിന്റെ ഈ
ഈ ടാങ്ക് സർക്യൂട്ടിന്റെ ഈ ഒരു ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എങ്ങനെ ആയിരിക്കും ഇതിനകത്ത് ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം നമുക്ക് നോക്കാൻ പറ്റും. ഫിഗർ നമ്പർ 1 നോക്കി. ഈ കേസിൽ ഒരു LC സർക്യൂട്ട് ഉണ്ട്. ഇവിടെ നിന്നായിരിക്കും സ്വിച്ച് ഓപ്പൺ ആണ് അല്ലെ. സ്വിച്ച് ഓപ്പൺ ആണ്. ഈ കപ്പാസിറ്റർ എന്തായിരിക്കും വരിക? ഫസ്റ്റ് കേസിൽ ഇതായിരിക്കും കപ്പാസിറ്റർ ഫുള്ളി ചാർജ് അല്ലെ. ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും? കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആണ്. ഫുള്ളി ചാർജ്ഡ് വിത്ത് പൊളാരിറ്റി നോക്കിയേ, പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ. ഫസ്റ്റ് കേസിൽ കപ്പാസിറ്റർ ഈസ് ഫുള്ളി ചാർജ്ഡ്. നാല് സ്റ്റെപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ്, പിന്നെ എന്തായിരിക്കും? സ്വിച്ച് എന്തായിരിക്കും? സ്വിച്ച് ഓപ്പൺ ആണ് അല്ലെ. ഇത് സ്വിച്ച് ഈസ് ഓപ്പൺ. ഈ സ്വിച്ച് ഓപ്പൺ കണ്ടീഷനിലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ ഫിഗർ നോക്കി. സ്വിച്ച് ക്ലോസ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? when the switch is closed, കപ്പാസിറ്റർ ചാർജ് ചെയ്തിരിക്കുകയല്ലേ പോസിറ്റീവ് നെഗറ്റീവിലേക്ക്. ഈ കപ്പാസിറ്റർ എന്തായിരിക്കും? ഈ കപ്പാസിറ്ററിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി അല്ലെ, അല്ലെങ്കിൽ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എന്തായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. എന്ന് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് കപ്പാസിറ്റർ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ആവും അല്ലെ. ഈ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി എങ്ങോട്ട് പോകും? നമ്മളെ ഇൻഡക്ടറിലേക്ക് ഡിസ്ചാർജ് ആവും നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും കപ്പാസിറ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി അല്ലെ. ഈ സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ ഇതായിരിക്കും ഒരു ക്ലോസ്ഡ് പാത്ത് ഡെവലപ്പ് ആവുകയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കറണ്ട് ഈ ഒരു ഭാഗത്തിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഈ ഇൻഡക്ടറിൽ കൂടി ഡിസ്ചാർജ് ചെയ്യാൻ പോകും അല്ലെ. അപ്പം അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അപ്പം ഈ ഒരു സെക്കൻഡ് സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് കപ്പാസിറ്റർ ഒരു എനർജി ചേഞ്ച് സംഭവിക്കും അല്ലേ. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഈസ് കൺവേർട്ടഡ് ടു ഇതായിരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. അതിന്റെ ഫലമായിട്ട് എന്തായിരിക്കും? ഈ എൽ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇത് ഇൻഡക്ടർ ഈസ് ചാർജ് അല്ലെ. ഇൻഡക്ടർ ഈസ് ചാർജ് ടു മാക്സിമം വാല്യൂ. അടുത്ത കേസ് എന്തായിരിക്കും? അടുത്ത കേസ് പറയുമ്പോഴത്തേക്ക് ഈ ഇൻഡക്ടർ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് കേസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദ ഇൻഡക്ടർ ഡിസ്ചാർജസ് അല്ലെ. ഇവൻ ഫസ്റ്റ് കേസിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഇൻഡക്ടറിൽ കൂടി ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ടറിൽ കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡക്ടർ ഈസ് ഗെറ്റിംഗ് ചാർജ് ആവും. ഇൻഡക്ടർ ചാർജ് മാക്സിമം ചാർജ് ആവുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ദിസ് ഇൻഡക്ടർ ഡിസ്ചാർജസ് ആൻഡ് കപ്പാസിറ്റർ ചാർജ്. ഈ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്ത് വീണ്ടും കപ്പാസിറ്റർ ചാർജസ് ഓപ്പോസിറ്റ് പൊളാരിറ്റി. നോക്കിയേ, ഇത് നെഗറ്റീവ് ആവും, ഇത് നെഗറ്റീവ് പോസിറ്റീവ്. ഫസ്റ്റ് കേസിൽ കപ്പാസിറ്ററിന്റെ പൊളാരിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ആയിരുന്നു. ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് പോസിറ്റീവ് ആയി. അപ്പം ഇങ്ങനത്തെ ഈ ചാർജിങ് ഡിസ്ചാർജിങ് മൂലം അവിടെ ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്ററി സർക്യൂട്ടിനകത്ത് നമുക്ക് ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ നോക്കുക, ടാങ്ക് സർക്യൂട്ട് ആണ്. LC സർക്യൂട്ട് നമ്മൾ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നുണ്ട്. ടാങ്ക് സർക്യൂട്ട് എന്തായിരിക്കും? ഫസ്റ്റ് കേസിൽ കപ്പാസിറ്റർ ഈസ് ഓൾറെഡി ചാർജ്ഡ് ആണ്. ഈ സ്വിച്ച് ഓപ്പൺ കണ്ടീഷനിലായിരിക്കും. സെക്കൻഡ് കേസിൽ ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. അതിൽ കൂടി ഇൻഡക്ടറിൽ കൂടി ഡിസ്ചാർജ് ചെയ്യും. അപ്പം കപ്പാസിറ്ററിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ത് ചെയ്യും? കൺവേർട്ടഡ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി അല്ലെ. അപ്പോൾ അതിന്റെ പരമായിട്ട് ഇത് ഇൻഡക്ടർ ഈസ് ചാർജ് ചെയ്യും. ഈ ഇൻഡക്ടർ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻഡക്ടർ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻഡക്ടർ ഈസ് ഡിസ്ചാർജ്ഡ് അല്ലെ. ഡിസ്ചാർജ്ഡ് അതിന്റെ പരമായിട്ട് എന്ത് ചെയ്യും? ഈ കപ്പാസിറ്റർ ഈസ് ചാർജ് ടു ദ ഓപ്പോസിറ്റ് പൊളാരിറ്റി. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഫസ്റ്റ് കേസ്. സെക്ഷൻ 3 ആയപ്പോഴത്തേക്ക് എത്രയായിരിക്കും? നെഗറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ദിസ് ഈസ് ഹൗ ആൻ ഓസിലേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഇലക്ട്രിക്കൽ ഓസിലേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സർക്യൂട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസിലേറ്ററി സർക്യൂട്ട് അഥവാ ടാങ്ക് സർക്യൂട്ട് നമ്മൾ പറയുന്നത്. ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കിട്ടുന്ന ഓസിലേഷൻസിനെ ഇങ്ങനെ കിട്ടുന്ന ഓസിലേഷൻ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഡാംപ്ഡ് ഓസിലേഷൻസ് പറയാൻ പറ്റും. കണ്ടോ, ഇതായിരിക്കും ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കൊരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആയിരിക്കത്തില്ല കിട്ടുന്നത്. മാക്സിമം വാല്യൂ വരുന്നത്, പിന്നെ എന്തായിരിക്കും? ഈ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു പോകുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഓസിലേഷൻ ഈസ് കാൾഡ് ഡാംപ്ഡ് ഓസിലേഷൻസ്. അപ്പോൾ ഈ ടാങ്ക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വരിക ഡാംപ്ഡ് ഓസിലേഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ ഫ്രീക്വൻസി, നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടണം. നമുക്ക് എന്ത് വേണം? അൺഡാംപ്ഡ് ഓസിലേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം. ദാറ്റ് മീൻസ് the magnitude should remain constant throughout a period അല്ലെ. അപ്പൊ ആ അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ നമുക്ക് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇപ്പം ഇത് ഇങ്ങനെയാണ് നമുക്ക് ഓസിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. എന്തായിരിക്കും? കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജ് അല്ലെ. കപ്പാസിറ്റർ ഡിസ്ചാർജ് ഫസ്റ്റ് കേസിൽ കപ്പാസിറ്റർ കപ്പാസിറ്റർ ഇൻഡക്ടറിൽ കൂടെ ഡിസ്ചാർജ് ആവുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഇൻഡക്ടർ ചാർജ് ആവുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? ആ ചാർജ് ഇൻഡക്ടർ കപ്പാസിറ്റർ കൂടെ ഡിസ്ചാർജ് ചെയ്തിട്ട് വിത്ത് ഓപ്പോസിറ്റ് പൊളാരിറ്റി. അങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കിയത് ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് ആണ്. സോ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അങ്ങനെ ഉണ്ടാവുന്ന ഓസിലേഷന്റെ ഫ്രീക്വൻസി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓസിലേഷൻ is equal to 1/2 pi root LC. ഇതൊക്കെ എപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. 1/2 pi root LC ഓർത്ത് വയ്ക്കുക.
നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇറ്റ് ഈസ് നോൺ ബൈ 2π√LC അല്ലെങ്കിൽ ഇതിന് നമുക്ക് റെസൊണന്റ് ഫ്രീക്വൻസി നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എന്തായിരിക്കും റെസൊണന്റ് ഫ്രീക്വൻസി ഓർ റെസൊണന്റ് ഫ്രീക്വൻസി ഓർ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരിക്കും വരിക പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഓസിലേറ്റർ എന്ന് പറയുന്നത് അല്ലെ. therefore പോസിറ്റീവ് നമുക്ക് ഒന്നുകൂടെ പറയാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഓസിലേറ്റർ. ഓസിലേറ്റർ നമുക്ക് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓസിലേറ്റർ. നമ്മൾ നോക്കിയേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് വരണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് വരണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നലും അല്ലെ എന്റെ ഫീഡ്ബാക്കിന്റെ ഔട്ട് സിഗ്നലും തമ്മിൽ എന്തായിരിക്കണം ഇൻ ഫേസ് ആയിട്ടായിരിക്കും വരേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ ആ ആംപ്ലിഫയർ കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്ത 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആര് കൊടുക്കും ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ ഇൻപുട്ട് ഇങ്ങനെ ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്ന വഴി ഔട്ട്പുട്ട് എന്ത് ചെയ്യും ഈ രൂപത്തിൽ നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആർ ഇൻ ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പം ഇങ്ങനെ നമുക്ക് ഇതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുന്നത്തെ കേസിൽ നമുക്ക് ടാങ്ക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയ ഓസിലേഷൻസ് എന്തായിരിക്കും ഡാംപ്ഡ് ഓസിലേഷൻസ്. അപ്പൊ നമുക്ക് എന്താ വേണം അൺഡാംപ്ഡ് ഓസിലേഷൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന എന്തായിരിക്കും ഓസിലേഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പം ഫോർ ഡെവലപ്പിംഗ് അൺഡാംപ്ഡ് ഓസിലേഷൻ വി ഹാവ് ടു സാറ്റിസ്ഫൈ വൺ ക്രൈറ്റീരിയ കാൾഡ് ബാർക്ക്-ഹൗസൻ ക്രൈറ്റീരിയ. അപ്പം ഫോർ ഗെറ്റിംഗ് പോയിന്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കുക ഫോർ ഗെറ്റിംഗ് എന്തായിരിക്കും അൺഡാംപ്ഡ് ഓസിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്തായിരിക്കും അൺഡാംപ്ഡ് ഓസിലേഷൻ ബാർക്ക്-ഹൗസൻ ക്രൈറ്റീരിയ അല്ലെ ബാർക്ക്-ഹൗസൻ ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് അപ്പോ നമുക്കറിയാം എന്താ ബാർക്ക്-ഹൗസൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ AV എന്ന് പറയുന്നത് ഈ ആംപ്ലിറ്റ്യൂഡിന്റെ ഗെയിൻ എന്തായിരിക്കും ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആണെങ്കിൽ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് മിക്ക ടെക്സ്റ്റുകളിലും ബീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിൻ MV എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബാർക്ക്-ഹൗസൻ ക്രൈറ്റീരിയ എന്താ പറയുക AV MV = 1. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു റിലേഷൻ ആണിത്. എന്തായിരിക്കും AV MV = 1 അല്ലെങ്കിൽ ചില ടെക്സ്റ്റുകളിൽ എന്തായിരിക്കും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിൻ ബീറ്റ ആണെങ്കിൽ A beta = 1 എന്നും പറയപ്പെടുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഗെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് MV വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് AV MV = 1 വേർ AV എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക വേർ AV is the open loop gain of amplifier അല്ലെ open loop gain of amplifier MV എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഫീഡ്ബാക്ക് ഗെയിൻ. അപ്പോൾ നമുക്ക് ടാങ്ക് സർക്യൂട്ടിന്റെ ഓസിലേഷൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ ചാർജിങ് ഇൻഡക്ടർ ചാർജിങ് കപ്പാസിറ്റർ ഡിസ്ചാർജിങ് ആ ഒരു ഓസിലേഷൻസ് മൂലം നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും വരിക നമുക്ക് കിട്ടുന്ന ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഡാംപ്ഡ് ടൈപ്പ് ഓസിലേഷൻസ് ആണ് വിത്ത് ഇതായിരിക്കും ഡീക്കേയിങ് മാഗ്നിറ്റ്യൂഡ് അല്ലെ. പക്ഷെ നമുക്ക് എന്ത് വേണം നമുക്കത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ പറയുന്ന രൂപത്തിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡുള്ള അൺഡാംപ്ഡ് ഓസിലേഷൻസ് നമുക്ക് കിട്ടണം. ഈ അൺഡാംപ്ഡ് ഓസിലേഷൻസ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം യു ഷുഡ് സാറ്റിസ്ഫൈ വൺ ക്രൈറ്റീരിയ കാൾഡ് ബാർക്ക്-ഹൗസൻ ക്രൈറ്റീരിയ. ആ ബാർക്ക്-ഹൗസൻ ക്രൈറ്റീരിയ എന്തായിരിക്കും പറയാ AV MV = 1. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ. ഓക്കെ, സോ ഇത് ഓർത്ത് വയ്ക്കാം. നമ്മൾ ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തായിരിക്കും ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്ത് വയ്ക്കുക. സോ ടൈപ്സ് ഓഫ് ഓസിലേറ്റർ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം ടാങ്ക് സർക്യൂട്ട് അറിയണം പിന്നെ എന്തായിരിക്കും നമുക്ക് ഇതിന്റെ ഫ്രീക്വൻസി അല്ലെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമ്മൾ അറിയണം. ആ പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കിയാലും ഒരു ഓസിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം മസ്റ്റ് ആണ്. ടൈപ്സ് ഓഫ് ഓസിലേറ്റർ നമുക്ക് പ്രധാനമായിട്ടും 6 ഓസിലേറ്റർ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ and second one is Hartley oscillator. Then third one is Colpitts oscillator.
Fourth one is phase shift oscillator. Fifth one is Wien bridge oscillator. Wien bridge oscillator. And last one is crystal oscillator. അപ്പോൾ ഇപ്പൊ നമുക്ക് ഈ 5-6 തരത്തിലുള്ള ഓസിലേറ്റർ ആണ് നമ്മൾക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, ഈ ഓരോ ഓസിലേറ്റർ പഠിക്കുന്ന വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം സെയിം തന്നെ ആയിരിക്കും. നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, നമുക്ക് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ആംപ്ലിഫയർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആൾറെഡി നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്, ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ കിട്ടും. പിന്നെ എന്തായിരിക്കും വരിക, അടുത്ത 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആര് കൊടുക്കും, നമ്മളുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊടുക്കും അല്ലെ. ഈ വരുമ്പോഴത്തേക്ക് 180 ഡിഗ്രി ഷിഫ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇത് രണ്ടും കൂടി ഈ രണ്ട് വോൾട്ടേജും ഇൻപുട്ട് വോൾട്ടേജും ഫീഡ്ബാക്ക് വോൾട്ടേജും ഇൻ ഫേസ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നമ്മൾ ഓസിലേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, എങ്ങനെയാണ് നമുക്ക് എന്തായിരിക്കും നമുക്ക് ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഈ ഫേസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്, ഈ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിനകത്ത് ആണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ട്യൂൺഡ് ഓസിലേറ്ററിനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് ട്യൂൺഡ് ഓസിലേറ്റർ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ട്യൂൺഡ് ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, നമ്മൾ നോക്കിയേ, നമുക്കിതൊരു കോമൺ എമിറ്റർ, ഇതൊരു ആംപ്ലിഫയർ ആണ് അല്ലേ. Q1 എന്ന് പറഞ്ഞൊരു കോമൺ എമിറ്റർ മോഡൽ വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയർ ആണെന്ന് വിചാരിക്കുക. പിന്നെ എന്തായിരിക്കും നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയേ, ഇവിടെ ഒരു L1C1, ഈ L1C1 ആയിരിക്കും നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മളൊരു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓർത്ത് വയ്ക്കുക, L1C1 ആയിരിക്കും ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ടാങ്ക് സർക്യൂട്ട്, ഈ സർക്യൂട്ട് ആയിരിക്കും ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓസിലേഷൻസ് അല്ലെ. വേറെ L1C1 ഈസ് എ ടാങ്ക് സർക്യൂട്ട്. ഇതായിരിക്കും ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വരിക, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇക്വേഷൻ കൊടുത്ത് വയ്ക്കുക. എന്തായിരിക്കും വരിക, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2π റൂട്ട് L1C1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം R1 R2 എന്ന് പറയുന്നത്, R1 R2 RE എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, ഈ റെസിസ്റ്റർ R1 R2 RE എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബയാസിംഗ് ആൻഡ് സ്റ്റെബിലൈസിംഗ് സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കി ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പോസിറ്റീവ്, നമുക്ക് ഫീഡ്ബാക്ക് വേണം അല്ലെ, പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണം. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് നേരെ എവിടെ വരുന്നുണ്ട്, നമ്മൾ LC, നമ്മൾ ടാങ്ക് സർക്യൂട്ടിൽ വരുന്നുണ്ട്. ഈ ടാങ്ക് സർക്യൂട്ട് നോക്കി, ഈ L1 L2 കൂടെ ചേർന്നൊരു ട്രാൻസ്ഫോമർ ആക്ഷൻ വരുന്നുണ്ട് അല്ലെ. ഈ ട്രാൻസ്ഫോമർ ആക്ഷൻ വരുമ്പോഴത്തേക്ക് L1 ഇൻഡ്യൂസ് ഒരു വോൾട്ടേജ് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി L2 ഒരു വോൾട്ടേജ് ഉണ്ടാവുകയും ആ വോൾട്ടേജ് തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഫീഡ്ബാക്ക് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മളുടെ ഈ ട്രാൻസിസ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്തായിരിക്കും, 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, നേരെ LC ഇവിടെ L1C1 ടാങ്ക് സർക്യൂട്ടിൽ വന്നിട്ട് ഓസിലേറ്ററി മോഷൻസ് ഡെവലപ്പ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഫീഡ്ബാക്ക് വരുന്നുണ്ട് അല്ലേ. ഈ ഫീഡ്ബാക്ക് എന്തായിരിക്കും, L2 എന്ന് പറഞ്ഞ L1 L2 തമ്മിൽ ട്രാൻസ്ഫോമർ ആക്ഷൻ ഡെവലപ്പ് ചെയ്ത ശേഷം വീണ്ടും ഇതിന്റെ ഇൻപുട്ടിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഈ ട്രാൻസിസ്റ്റർ ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ ദിസ് ആംപ്ലിഫയർ ഇറ്റ്സെൽഫ് പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, another 180 degree phase shift is produced by the transformer action. So അങ്ങനെ ആവുമ്പോഴത്തേക്ക് എന്തായിരിക്കും, 180 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തായിരിക്കും പറയുക, therefore നമുക്കറിയാം, നമ്മളുടെ ഡയഗ്രാം നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഈ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് Q1 എന്ന് പറയുന്ന ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത 180 ഡിഗ്രി ഇവിടെ ആരായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്ഫോമർ ആയിരിക്കും അടുത്ത 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്, ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് ഈ രൂപത്തിൽ എന്തായിരിക്കും, സൈൻ വേവ് ആണെങ്കിൽ ഔട്ട്പുട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ട്രാൻസിസ്റ്ററിൽ ഔട്ട്പുട്ട് കിട്ടും. ഈ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുത്ത് ഇൻപുട്ട് ഔട്ട്പുട്ടും സെയിം ഇൻ ഫേസ് ആവുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും, ഇവിടുത്തെ അടുത്ത 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നത് ആരായിരിക്കും, ട്രാൻസ്ഫോമർ ആയിരിക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നത് എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. സോ രണ്ടാമത്തെ പോയിന്റ് ആണ്, ദിസ് ട്രാൻസ്ഫോമർ ആക്ഷൻ പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ട്രാൻസ്ഫോമർ ആക്ഷൻ പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്.
സോ ഈ ഒരു 3 പോയിന്റ് ഓർത്ത് വെക്കുക. എന്താണ് ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ട്? L1 C1 ആയിരിക്കും ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ട്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് 1/2π √ LC1. ഈ ട്രാൻസ്ഫോമർ ആക്ഷൻ പ്രൊവൈഡ്സ് ദ 180° ഫേസ് ഷിഫ്റ്റ്. നമ്മുടെ ട്രാൻസിസ്റ്റർ ആൾറെഡി പ്രൊഡ്യൂസ് 180°. അത് ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ആൾറെഡി 180° ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും വരിക. ബാക്കി 180° ആര് കൊടുക്കും? നമ്മുടെ ട്രാൻസ്ഫോമർ ആക്ഷൻ വെച്ചിട്ടായിരിക്കും അടുത്ത 180° ഫേസ് ഷിഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഓർത്ത് വെക്കാം. ഇതാണ് നമ്മുടെ ട്യൂൺഡ് സർക്യൂട്ട് ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിലൊരു കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ഹാർട്ട്ലി ഓസിലേറ്റർ. ഹാർട്ട്ലി ഓസിലേറ്ററെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ, ഇതായിരിക്കും നമ്മളുടെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. L1 അല്ലെങ്കിൽ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ഓസിലേറ്റർ സർക്യൂട്ട് പറയുമ്പോഴത്തേക്ക് എന്താ L1 L2 C എന്ന് പറയുന്ന കോമ്പിനേഷൻ ആയിരിക്കും നമ്മളുടെ ടാങ്ക് സർക്യൂട്ട് അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഓസിലേറ്ററി സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. ഹിയർ ഹാർട്ട്ലി ഓസിലേറ്റർ L1 L2 ആൻഡ് C എന്തായിരിക്കും വരിക? ഇത് മൂന്നും കൂടെ ആയിരിക്കും നമുക്ക് ടാങ്ക് സർക്യൂട്ട് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് എങ്ങനെ പറയാൻ പറ്റും? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഈക്വൽ ടു 1/2π √ എന്തായിരിക്കും? L1 ഉം L2 അല്ലെ. L1 ഉം L2 ഉണ്ട്. അപ്പൊ രണ്ട് L1 L2 ഉം സിയുടെ കോമ്പിനേഷൻ ആണ് അല്ലെ. L1 ഉം L2 ഉം സീരീസ് ആയിട്ടല്ലേ. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഇക്വലന്റ് LT C നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. ടോട്ടൽ LT. LT is equal to ഇതായിരിക്കും സീരീസ് കോമ്പിനേഷൻ ഓഫ് L1 plus L2. L1 L2 സീരീസ് ആയതുകൊണ്ട് അതിന്റെ ഇക്വലന്റ് ഞാൻ കൊടുത്തിരിക്കുകയാണ് പ്ലസ് 2M. 2M എന്ന് പറയുമ്പോഴത്തേക്ക് L1 L2 തമ്മിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ്. സോ ഇതിപ്പോ ഓർത്ത് വയ്ക്കുക. ഇവിടെ ടാങ്ക് സർക്യൂട്ട് ആരായിരിക്കും? L1 L2 ആൻഡ് C ഫോംസ് ദ ടാങ്ക് സർക്യൂട്ട്. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1/2π √ L ടോട്ടൽ അല്ലെ, അല്ലെങ്കിൽ L ഇക്വലന്റ് ഇൻറ്റു C എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിയേ, ഈ ടാങ്ക് സർക്യൂട്ടിന്റെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെ ആയിരിക്കും വരിക? ഹിയർ വി ഔട്ട് ഈസ് ഈക്വൽ ടു നമ്മൾ വി ഔട്ട്പുട്ട് എടുക്കുന്നത് പറയുമ്പോഴത്തേക്ക് L1 അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ വി ഔട്ട്പുട്ട് എടുക്കുന്നത് അല്ലെ. അപ്പം വി ഔട്ട്പുട്ട് വി ആർ ടേക്കിംഗ് അക്രോസ് L1. വി ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? നമ്മൾ ഈ L2 അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആയിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, നമ്മൾ വിന്റെ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ കൊടുക്കുന്നത്. അപ്പം വി എഫ് അല്ലെ ഫീഡ്ബാക്ക് വോൾട്ടേജ് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും വരിക? അക്രോസ് L2 നമുക്ക് പറയാൻ പറ്റും. അക്രോസ് L2. അപ്പൊ നമ്മൾ പഠിച്ച ഫിഗർ നോക്കിയേ, മുന്നേ നമ്മൾ പഠിച്ച ഫിഗർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സി ഈ ഫിഗർ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ഗെയിൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇത് ഇതെന്ന് പറയുന്നത് ആംപ്ലിഫയറിന്റെ ഗെയിൻ ഓപ്പൺ ലൂപ്പ് ഗെയിൻ AV ആണെങ്കിൽ എന്തായിരിക്കും? നമ്മളെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്തായിരിക്കും? MV ആണ് അല്ലെ. ഫീഡ്ബാക്കിന്റെ MV എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് അല്ലെ. ഗെയിൻ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഇവിടെ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് VF എന്ന് പറയുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കും ഏതായിരിക്കും? നമ്മുടെ ഔട്ട്പുട്ടിന്റെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പോർഷൻ ആയിരിക്കും നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. Therefore നമുക്ക് എന്തായിരിക്കും? ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഗെയിൻ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? VF ഡിവൈഡ് ബൈ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, അതാണ് VF എന്ന് പറയും. ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് VF ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? V0 ആയിരിക്കും വരിക അല്ലെ. VF by V0. That is equal to നമുക്ക് എഴുതാൻ പറ്റും. VF എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വോൾട്ടേജ് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കുറച്ചുകൂടെ വരച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? സോ ഇത് L1 ആണ് അല്ലെ. ഇത് L1 ആണ്. ഇതെന്തായിരിക്കും വരിക? ഇത് C ആണ്. ഇത് കപ്പാസിറ്റർ ആണ്. ഇതെന്തായിരിക്കും വരിക? ഇത് L2 ആണ് അല്ലെ. ഇത് L2 എന്ന് പറയുമ്പോഴത്തേക്ക് അക്രോസ് L2 എന്നുള്ള വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം ഇപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ള കാര്യം VF ഡിവൈഡ് ബൈ V0 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? VF എന്ന് പറയുമ്പോഴത്തേക്ക് XL2 അല്ലെ. XL2 ഡിവൈഡ് ബൈ XL1 എന്ന് പറയാൻ പറ്റും. XL എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? XL2 ഡിവൈഡ് ബൈ XL1. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? L2 by XL എന്ന് പറയുമ്പോൾ 2πfL2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ അത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? Therefore MV is equal to L2 by L1 എന്ന് എനിക്ക് പറയാൻ പറ്റും. Therefore feedback fraction for a Hartley oscillator MV is equal to എന്തായിരിക്കും വരിക? L2 by L1 എന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? 180 എങ്ങനെയായിരിക്കും ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് നടക്കുന്നത്? 180° ഫേസ് ഷിഫ്റ്റ് ആൾറെഡി ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ ആംപ്ലിഫയർ ആൾറെഡി 180° ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ അടുത്ത 180° ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ ഈ
ടാങ്ക് സർക്യൂട്ട് ആയിരിക്കും നമുക്ക് ഇത് കിട്ടുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദിസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈസ് പ്രൊവൈഡ് ബൈ ദ ടാങ്ക് സർക്യൂട്ട്. അപ്പം എന്തൊരു 180 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടും നമുക്ക്. എന്തായിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടാങ്ക് സർക്യൂട്ട് ആൻഡ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആംപ്ലിഫയർ ഇറ്റ്സെൽഫ് അല്ലെ. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് എന്തായിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയും നമുക്ക് ഓസിലേഷൻസ് അവിടെ ഡെവലപ്പ് ആവുകയും ചെയ്യുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒന്നാമത്തെ പോയിന്റ്, ആരൊക്കെയാണ് ടാങ്ക് സർക്യൂട്ട് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക, അവന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. പിന്നെ എം ബി L2/L1 എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ആരായിരിക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ എന്തായിരിക്കും? ടാങ്ക് സർക്യൂട്ടിന്റെ കോമ്പിനേഷൻ ആയിരിക്കും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഒരു കാര്യവും നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ഓസിലേറ്ററെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നെക്സ്റ്റ് ഈസ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഹാർട്ട്ലി ഓസിലേറ്റർ പോലെ സെയിം തന്നെയാണ്. ഇവിടെ ആ ഫിഗർ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ C1 C2 ഇവിടെ എന്തായിരിക്കും? C1 C2 ആണ് അല്ലെ. C1 C2 സീരീസ് ആയിട്ട് വരുന്നുണ്ട്, L പാരലൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ മുന്നത്തെ കേസിൽ എന്തായിരിക്കും വരിക? L1 L2 ആയിരിക്കും സീരീസ് ആയിട്ട് വരുന്നത്. എവിടെ ആയിരുന്നു? നമ്മളെ ഹാർട്ട്ലിയിലാണെങ്കിൽ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് പറയാം? ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ട് ആരൊക്കെ ആയിരിക്കും? സോ നമുക്ക് പറയാൻ പറ്റും ടാങ്ക് സർക്യൂട്ട് ഏതൊക്കെ കോമ്പിനേഷൻ ആയിരിക്കും? ടാങ്ക് സർക്യൂട്ട് ഈസ് ഫോംഡ് ബൈ C1 അല്ലെ, C2 പിന്നെ എന്തായിരിക്കും? L. ഈ കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ ടാങ്ക് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ. C1 C2 ആൻഡ് L. ദെൻ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? F is equal to 1/2π√L into C equivalent അല്ലെ, CT. CT എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? രണ്ട് കപ്പാസിറ്റർ സീരീസ് അല്ലേ. അപ്പൊ എന്തായിരിക്കും? C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? ഇതിന്റെ നമുക്ക് ടാങ്ക് സർക്യൂട്ട് നമുക്ക് എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും? മുന്നേ നമ്മൾ വരച്ചില്ലയോ? അതേപോലെ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് അല്ലെ. ദിസ് ഈസ് C1 അല്ലെ. C1 എന്തായിരിക്കും വരിക? ഇത് C2 ആണ്. C1 അക്രോസ് ആയിട്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഔട്ട്പുട്ട്. കാര്യം കളക്ടർ ആയിട്ടാണ് കണക്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഹിയർ വി ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതായിരിക്കും C1 അക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. C2ന്റെ വോൾട്ടേജ് ആണ്. C2 അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ C2 അക്രോസ് ആയിട്ട് വോൾട്ടേജ് ആയിരിക്കും നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലെ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? therefore വോൾട്ടേജ് അക്രോസ് C2 ഈസ് എന്തായിരിക്കും? VF നമുക്ക് പറയാൻ പറ്റും, VF അല്ലെ. ഇനി എന്തായിരിക്കും വരിക? ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, മുന്നത്തെ പോലെ തന്നെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആംപ്ലിഫയർ കൊടുത്തു. അനദർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടാങ്ക് സർക്യൂട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ഏതായിരിക്കും? പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലെ. ദെൻ അടുത്ത നമുക്ക് എന്തായിരിക്കും? ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ MV is equal to എന്തായിരിക്കും? BF ഡിവൈഡ് ബൈ V ഔട്ട് അല്ലെ. BF എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? XC2 ഡിവൈഡ് ബൈ XC1. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു MV is equal to എങ്ങനെ എഴുതാൻ പറ്റും? XC2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? 1/ωC2 ഡിവൈഡ് ബൈ 1/ωC1. തിരിച്ച് നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്താ? നത്തിങ് ബട്ട് MV is equal to C1/C2 എന്ന് എഴുതാൻ പറ്റും അല്ലെ. therefore feedback fraction MV is equal to C1 divided by C2. തിരിച്ചു പോകരുത്. ഹാർട്ട്ലി കോൾപിറ്റ്സിന്റെ ഫീഡ്ബാക്ക് ഗെയിൻ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും വരിക? MV is equal to C1/C2. ഹാർട്ട്ലി ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് L2/L1. അത് ഓർത്ത് വയ്ക്കാം. This MV is equal to C1/C2 അല്ലെ. therefore MV is equal to C1/C2. സോ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ടാങ്ക് സർക്യൂട്ടും 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലേ. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. സോ ഇതാണ് നമ്മളെ ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ മിനിമം അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ. ടാങ്ക് സർക്യൂട്ട് ആരൊക്കെ ഫോം ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക, ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് ഓർത്ത് വയ്ക്കുക, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ഓർത്ത് വയ്ക്കുക, പിന്നെ എനിക്ക് ഫീഡ്ബാക്ക് ഗെയിന്റെ ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണ്. നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓസിലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോൾപിറ്റ്സ് ആണെങ്കിലും ഹാർട്ട്ലി ഓസിലേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച നമ്മൾ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ ആണെങ്കിലും ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു LC കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻഡക്ടർ കപ്പാസിറ്റർ കോമ്പിനേഷൻ ആണ്.
അപ്പോൾ ഈ ഇൻഡക്ടർ കപ്പാസിറ്റർ കോമ്പിനേഷന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ടു ഫ്രീക്വൻസി ആണ് അല്ലെ. ഫ്രീക്വൻസി അപ്പം ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡക്ടൻസ് ഓഫർ ചെയ്യുന്ന റിയാക്ടൻസ് വിൽ ഡിപെൻഡ് ഓൺ ദ ഫ്രീക്വൻസി ആൻഡ് കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്ടൻസ് ആൾസോ ഡിപെൻഡ് അപ്പോൺ ദ ഫ്രീക്വൻസി. അത് ആ ഒരു ഡ്രോബാക്ക് എന്തായിരിക്കും? ഫ്രീക്വൻസി ഇൻസ്റ്റബിലിറ്റി ആയിരിക്കും നമുക്ക് എവിടെ കിട്ടുന്നത്? എൽ സി സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പം ടാങ്ക് സർക്യൂട്ട് എൽ സി ആയി കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതിനകത്ത് നമ്മൾ പറഞ്ഞത് ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് എൽ സി കോമ്പിനേഷൻസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഫ്രീക്വൻസി ഇൻസ്റ്റബിലിറ്റി ആയിരിക്കും അല്ലെ. ഫ്രീക്വൻസി ഇൻസ്റ്റബിലിറ്റി, frequency, because the frequency will keep on changing because both the reactants offered by inductance and capacitance are dependent on the frequency. Frequency instability ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? the waveform is poor waveform ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. poor waveform generated അല്ലെ. അപ്പം അതിന് ആ ഒരു ഡ്രോബാക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ആയിരിക്കും വരിക? നമ്മൾ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ വഴിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഡ്രോബാക്കിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആയിരിക്കും. because the resistance എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ആണ് അല്ലെ. ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ യൂസ്ഡ് ഈവൻ അറ്റ് വെരി ലോ ഫ്രീക്വൻസി അല്ലെ. can be used at even at very low frequency, used at very low frequency. അപ്പൊ നമുക്കറിയാം ഇപ്പൊ നമ്മളൊരു RC നെറ്റ്വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു കപ്പാസിറ്റർ ഒരു റെസിസ്റ്റൻസ് നമ്മളുള്ള നെറ്റ്വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് V ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് V ഡാഷ് എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റർ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? V ഡാഷ് ലീഡ്സ് V അല്ലേ. ലീഡ്സ് V ബൈ ആൻ ആംഗിൾ എന്തായിരിക്കും? ബൈ ആൻ ആംഗിൾ ഫൈ എന്ന് പറയുന്നത് അല്ലെ. ബൈ ആൻ ആംഗിൾ ഫൈ. അപ്പം ദാറ്റ് ഫൈ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ്. ഇപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? V ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ V ഡാഷ് ലീഡ്സ് ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി എന്ന് പറയും. പക്ഷെ നമുക്ക് അങ്ങനെ ഐഡിയൽ കേസ് നമുക്ക് പറ്റത്തില്ല. നമുക്കപ്പോൾ പറയാൻ പറ്റും ഈ ഒരു കേസിൽ എന്തായിരിക്കും? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനകത്ത് ഒരു RC നെറ്റ്വർക്ക് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് എത്ര ആയിരിക്കും വരിക? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒരു RC നെറ്റ്വർക്ക് എന്തായിരിക്കും? ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 60 ഡിഗ്രി. അപ്പം എന്തായിരിക്കും വരിക? ഈ ഫസ്റ്റ് RC നെറ്റ്വർക്ക് 60 ഡിഗ്രി, സെക്കൻഡ് RC നെറ്റ്വർക്ക് 60 ഡിഗ്രി ആൻഡ് തേർഡ് RC നെറ്റ്വർക്ക് എന്തുണ്ട്? 60 ഡിഗ്രി നമുക്ക് ഫേസ് ഷിഫ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക? ശ്രദ്ധിച്ച് നോക്കിയേ. അപ്പോൾ ഈ 180 ഡിഗ്രി ഫീഡ്ബാക്ക് 360 ഡിഗ്രി എന്ന് പറയുന്ന പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കണ്ടീഷൻ 180 ഡിഗ്രി ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യും. അടുത്ത 180 ഡിഗ്രി ആര് പ്രൊവൈഡ് ചെയ്യും? ഈ 3 RC കോമ്പിനേഷൻ കൂടെ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി പ്ലസ് 180 ഡിഗ്രി, അങ്ങനെ എന്തായിരിക്കും? നമുക്ക് ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ RC നെറ്റ്വർക്കും 3 കൂടെ ചേർന്നതായിരിക്കും ഒരെണ്ണം 60 വെച്ചിട്ട് 3 RC നെറ്റ്വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എത്ര? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ട്രാൻസിസ്റ്റർ ഇറ്റ്സെൽഫ്, നമ്മുടെ ആംപ്ലിഫയർ ഇറ്റ്സെൽഫ് ഇറ്റ് ക്യാൻ ഗിവ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇവിടുത്തെ ടാങ്ക് സർക്യൂട്ട് എന്തായിരിക്കും വരിക? ഹിയർ RC കോമ്പിനേഷൻ ഈസ് എ ടാങ്ക് സർക്യൂട്ട് അല്ലെ. ഹിയർ RC കോമ്പിനേഷൻ ഈസ് എ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റും. ടാങ്ക് സർക്യൂട്ട് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ F ഈസ് ഈക്വൽ ടു 1/2π RC ഇൻറ്റു √6. √6 ആയിരിക്കും നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. എന്തായിരിക്കും? ടാങ്ക് സർക്യൂട്ട് RC നെറ്റ്വർക്ക് ആണ്. RC നെറ്റ്വർക്ക് ഒരു RC നെറ്റ്വർക്ക് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 60 ഡിഗ്രി. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ 1/2π RC ഇൻറ്റു √6. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ലോ ഫ്രീക്വൻസി സിഗ്നൽസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് വെരി ലോ ഫ്രീക്വൻസി സിഗ്നൽസ് എന്നും ഓർത്ത് വയ്ക്കുക. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എന്തായിരിക്കും? ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക ഈ ഒരു പോയിന്റ്സ്. ഈ 4 പോയിന്റ്സ് ആണ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മിനിമം അറിഞ്ഞിരിക്കാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ പറ്റിയാണ്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് ക്യാൻ യൂസ്ഡ് ഇൻ ഓൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. ഓർത്ത് വയ്ക്കുക, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ഓൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഓൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഓർത്തേക്കുള്ള കാര്യം. ഇതിനകത്ത് നോക്കി ഇവിടെ വെയിൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? നമുക്ക് R1C1 R2C2 നോക്കിയേ, ശ്രദ്ധിച്ച് നോക്ക്. R1C1 R2C2 LP എന്ന് പറയുന്ന ടങ്സ്റ്റൺ ലാമ്പാണ്. R3 എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ആമാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കിയേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് R1C1 R2C2 R3 LP ഇതായിരിക്കും ഇവിടെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ദിസ് കമ്പൈൻസ് ദ ടാങ്ക് സർക്യൂട്ട്. പിന്നെ പറയുമ്പോഴത്തേക്ക് എന്താ ഇവിടെ T1 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? T1 will behave as a T1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഓസിലേറ്റർ അല്ലെ. ഓസിലേറ്റർ ആൻഡ് ആംപ്ലിഫയർ.
ആംപ്ലിഫയർ. T2 ഉണ്ടോ? ഇതായിരിക്കും T2 എന്ന് പറയുന്നത്. T2 ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് ഇതായിരിക്കും വരിക, ഇറ്റ് ഈസ് ആൻ ഇൻവെർട്ടർ ആണ്. T2 ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് ആൻ ഇൻവെർട്ടർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും T1 എന്ന് പറയുന്നത് എന്തായിരിക്കും? T1 ദാറ്റ് പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, അല്ലെ? ആംപ്ലിഫയർ ദാറ്റ് പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. പിന്നെ എന്തായിരിക്കും? ഇൻവെർട്ടർ ഉണ്ടല്ലോ T2 that will develop the another 180 degree phase shift. Inverter that develops the another 180 degree phase shift. So എന്തായിരിക്കും? 360 degree phase shift establish ചെയ്യുന്നുണ്ട് അല്ലേ? 360 degree phase shift establish ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത എന്തായിരിക്കും? മൂന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കുക. വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ is only oscillator that uses negative and positive feedback. വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ that uses negative and positive feedback. അപ്പൊ ഓർത്ത് വെക്കുക, എക്സെപ്ഷണൽ കേസ് ആണ്. ഇതായിരിക്കും നമ്മൾ ഇതുവരെ പഠിച്ചത് ഓസിലേറ്റേഴ്സ് എല്ലാം പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റ ഓസിലേറ്റർ മാത്രം നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആരായിരിക്കും? വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആയിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, പോസിറ്റീവ് ഫീഡ്ബാക്കിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന കമ്പോണൻസ് ആരൊക്കെയായിരിക്കും? പോസിറ്റീവ് ഫീഡ്ബാക്കിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന കമ്പോണൻസ് ആരൊക്കെയാണ്? ഓർത്ത് വെക്കുക. ഏതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്? R1C1, it is R1C1, പിന്നെന്തായിരിക്കും? ആൻഡ് R2C2, R1C1 ആൻഡ് R2C2 ഈ രണ്ട് കോമ്പിനേഷൻസ് ആയിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്കിന് സപ്പോർട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് R1C1 ആൻഡ് R2C2. ഓക്കെ, അടുത്ത എന്തായിരിക്കും വരിക? നെഗറ്റീവ് ഫീഡ്ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? നെഗറ്റീവ് ഫീഡ്ബാക്കിന് it is R6 and R1. R6 and R7. This is R6, R7. പിന്നെ എന്തായിരിക്കും വരിക? നമ്മളുടെ LP എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ലാമ്പ്. LP ദാറ്റ് ഈസ് ടങ്സ്റ്റൺ ലാമ്പ്. ഈ ടങ്സ്റ്റൺ ലാമ്പും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഫീഡ്ബാക്കിന് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എന്തായിരിക്കും? LP അല്ലെ? LP is nothing but the tungsten lamp. അപ്പോൾ നമ്മൾക്ക് ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് നെഗറ്റീവ് ഫീഡ്ബാക്കും കൂടി നമ്മൾ ഈ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്, സോറി നമ്മൾ ഈ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയിരിക്കും അല്ലെ? ബിക്കോസ് നെഗറ്റീവ് ഫീഡ്ബാക്കിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെയും നമുക്ക് കിട്ടും. ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ എന്തായിരിക്കും വരിക? കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് സ്റ്റേബിൾ, അല്ലെങ്കിൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് നമുക്ക് പറയാൻ പറ്റും. സ്റ്റേബിൾ ഓർ കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി ആംപ്ലിഫയർ ദാറ്റ് ഈസ് യൂസിംഗ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക്. സോ ഓൾ ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് അഡ്വാൻറ്റേജസ് can also be reflected in this type of oscillator. അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇക്വേഷൻ എന്തായിരിക്കും? F is equal to 1/2π R into C നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/2π റൂട്ട് R. പോസിറ്റീവ് ഫീഡ്ബാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന R1C1, R2C2. R1 R2 is equal to R കൊടുക്കും, C1 C2 is equal to C കൊടുക്കുമ്പോഴത്തേക്ക് R² C² കിട്ടും. റൂട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് 1/2π RC നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇതായിരിക്കും നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കും? ഇറ്റ് ഈസ്, നമുക്കറിയാം നമ്മൾ RC ഓസിലേറ്റർ ആണെങ്കിലും ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള ഓസിലേറ്റർ ആണെങ്കിലും ടാങ്ക് സർക്യൂട്ടിനകത്ത് കപ്പാസിറ്ററിന്റെ എഫക്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ കപ്പാസിറ്റർ ഈസ് ആൾവേസ് ഇതായിരിക്കും സെൻസിറ്റീവ് ടു ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മളിവിടെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളുടെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മൾ ക്രിസ്റ്റൽ ആയിരിക്കും നമ്മളിവിടെ വെക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് എടുത്ത് നോക്കിയാൽ ഇറ്റ് ഈസ് എക്സ്ട്രീം ടോളറന്റ് ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ extreme tolerant frequency applications. Extreme tolerant frequency applications. രണ്ടാമത്തെ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ. അടുത്തതായിരിക്കും വരാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാർട്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വാർട്സ് ക്രിസ്റ്റൽ. എന്തായിരിക്കും പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിന്റെ പ്രത്യേകത എന്തായിരിക്കും? വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ക്രിസ്റ്റൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് വൈബ്രേറ്റ്. അതാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഇറ്റ് ഈസ് ബിക്കം ഫ്രം 25 to 5 മെഗാഹെർട്സ്. 25 ഹെർട്സ് to 5 മെഗാഹെർട്സ്. 25 ഹെർട്സ് to 5 മെഗാഹെർട്സ്. 5 മെഗാഹെർട്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്താണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. F is equal to K/T ആണ്. Where K is the
എന്തായിരിക്കും കോൺസ്റ്റന്റ് ടി ഈസ് ദ തിക്നെസ് അല്ലെ. ഇതാണെങ്കിൽ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് ദ ക്രിസ്റ്റൽ. അതാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഹിയർ ടി ഈസ് ദ തിക്നെസ് ആണ്. ടി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? തിക്നെസ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ് പറയാൻ പറ്റും അല്ലെ. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഫ്രീക്വൻസി വേരിയേഷൻ ഈസ് ലെസ് ദാൻ 0.1%. നമുക്ക് ഓർത്ത് വയ്ക്കാം. ഫ്രീക്വൻസി വേരിയേഷൻ ഈസ് ലെസ് ദാൻ 0.1%. ഇതിന്റെ എന്തായിരിക്കും? ഈ ഓസിലേറ്ററിന്റെ ഗുഡ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആണ്. പിന്നെ എന്തായിരിക്കും? ക്യൂ ഫാക്ടർ ഹൈ. ദിസ് ഓസിലേറ്റർ ഈസ് ഹാവിംഗ് ഹൈ ക്യൂ ഫാക്ടർ എന്ന് ഓർത്ത് വയ്ക്കുക. ഹൈ ക്യൂ ഫാക്ടർ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൾവേസ് സിമിലർ ടു ദ കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ് അല്ലെ. കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ്. അപ്പൊ ഇതിനകത്ത് ഇത് എക്സിബിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും വരിക? പാരലൽ റെസൊണൻസ് ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലെ. നോക്കിയ സെക്കൻഡ് ഫിഗർ നോക്കി കഴിഞ്ഞാൽ കോൾപിറ്റ്സ് ഓസിലേറ്റർ എക്സിബിറ്റിംഗ് പാരലൽ റെസൊണൻസ്. ഓർത്ത് വെച്ച് നമ്മൾ ചോദിച്ചിട്ടില്ല. നമുക്ക് ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. F = K/T. ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു തിക്നെസ് ഓർത്ത് വെക്കുക. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കോഡ്സ് ആണ്. പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ആണ് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാക്കിയുള്ള ഓസിലേറ്റേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായിരിക്കും വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇറ്റ് യൂസസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് ആപ്ലിക്കേഷൻ അല്ല ആ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്തായിരിക്കും? യൂസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും അല്ലെ. യൂസ്ഡ് ഇൻ ഓൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആയിരിക്കും. 1/2πRC എന്നായിരിക്കും അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായതുകൊണ്ട് ഔട്ട്പുട്ട് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്ത എന്തായിരിക്കും വരിക? RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ നമ്മൾ പഠിച്ചു. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷനെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരിക്കും നമ്മൾ പഠിച്ചു? കോൾപിറ്റ്സ് ഓസിലേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ എന്തായിരിക്കും? നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ ട്യൂൺഡ് സർക്യൂട്ട് ഓസിലേറ്റർ. സോ ഇത്രയും ഇതിനകത്ത് നിന്ന് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചോദിക്കാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു മേഖലയായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ വർക്ക്ഔട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, ഈ നമ്പറിൽ ഞാൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക. നമ്മുടെ സബ് എഞ്ചിനീയർ എക്സാമിന്റെ ക്ലാസ് ഓൺഗോയിങ് ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.